യൂട്യൂബ് വ്ളോഗുകൾ വഴിയും വ്യത്യസ്തമായ ചലഞ്ചുകൾ ചെയ്തുമാണ് ടെലിവിഷനിലേക്ക് കാർത്തിക് സൂര്യ വഴിയൊരുക്കിയത്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ സക്സസിന് പിന്നിലെ അവതാരകന കാർത്തിക്കിനും ഒരു പങ്കുണ്ട്. ഇപ്പോഴത്തെ ഷോയുടെ ഭാഗമായ കഥയും ചാനൽ ഷോയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് കാർത്തിക് സൂര്യ. ഞാനൊരു യൂട്യൂബർ ആയിരുന്നു. യൂട്യൂബ് എന്നാൽ ഒരു ക്യാമറ, ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തും പറയാം. കട്ടില്ല, ഫിൽറ്റർ ഇല്ല. നമ്മുടെ ഭാഷ നമുക്ക് ഉപയോഗിക്കാം. ക്രിയേറ്റീവ് ഫ്രീഡം 100% കിട്ടും. നമുക്ക് എന്തും ചെയ്യാം. ഉടുപ്പും പാൻറ്റും ഇല്ലാതെ റോഡിൽ കൂടി ഓടണമെന്ന് തോന്നിയാൽ ഓടാം. എന്തും ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് ടെലിവിഷനിൽ അവതാരകനായി വന്നപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്രമാത്രം ക്യാമറയാണ് ഷൂട്ടിംഗ് അവർ ഉപയോഗിക്കുന്നത് എന്നതാണ്. കാരണം ഞാനിന്ന് ചെന്ന് നിന്നപ്പോൾ എവിടെ നോക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എവിടെ നോക്കിയാലും ക്യാമറയാണ്. ജഡ്ജസിന് ഒരു ചെറിയ ആംഗിളാണ് ഇരിക്കുന്നത്. ഇപ്പുറത്തെ വശത്ത് പൈസയുടെ പെട്ടിയും മറ്റും. നടുക്ക് ഒരു വലിയ സ്റ്റേജും അവിടെ ഞാനും. അവിടെ ചെന്ന് നിന്നപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന തോന്നലാണ് എനിക്ക് വന്നത്. നീ നോക്കുമ്പോൾ ഏത് ക്യാമറയിലാണോ ചുവന്ന ലൈറ്റ് കത്തുന്നത്, ആ ക്യാമറയിൽ നോക്കി പറഞ്ഞോളാനായിരുന്നു അണിയറപ്പുറത്ത് നിന്ന് കിട്ടിയ നിർദ്ദേശം. ഇൻട്രോ പറയാനാണ് ആദ്യം പറഞ്ഞത്. അന്ന് ഹലോ ഗായ്സ് ഒരു ബാക്കി പറയാൻ എനിക്കറിയില്ലായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇവിടെയും അലറി വിളിച്ചു തുടങ്ങി. ഓടയിൽ ഇരിക്കുന്ന ആൾ ഓടി വന്ന് അലറിയിലെ ഞങ്ങളുടെ മൈക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് എൻ്റെ എനർജി കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. ടി വിയിൽ ഔട്ട്പുട്ടിന് വേണ്ടി രീതിയിലേക്ക് എത്തിച്ചു. ഒരു ദിവസം 5 എപ്പിസോഡ് വരെ ഷൂട്ട് ചെയ്യുമെന്ന് കാർത്തിക് പറഞ്ഞു. ടി.വി ഷോയിൽ ആങ്കറിങ്ങിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രസകരമായ കഥയാണ് കാർത്തിക് പറഞ്ഞത്. പേയ്മെൻ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു ടി.വിയിൽ എത്രയാണ് പറയേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ ഡെലിവറി ബോയ്ക്ക് 1,00,000 ടിപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയുന്ന രീതിയിൽ 1,00,000 പ്രതിഫലമായി ചോദിച്ചു. ടി.വിയിൽ ദിവസക്കൂലിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 1,00,000 കേട്ടതും എല്ലാവരും അമ്പരന്നു. കാർത്തിക്, ഇവിടെ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സിന് പോലും ഇത്രയും പേയ്മെൻറ്റ് ചെയ്യാറില്ല എന്ന് അവർ പറഞ്ഞു. ടി.വി ഒക്കെ ചീപ്പാണല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം എൻ്റെ മനസ്സിൽ മന്ത്ലി പേയ്മെൻ്റ് ആണല്ലോ കിടക്കുന്നത്. പിന്നെ അവരുമായി സംസാരിച്ച് സംസാരിച്ച് അവർ ഒരു എമൗണ്ട് പറഞ്ഞു. ശേഷം 2 കൂട്ടർക്കും ഓക്കെയായി ഒരു തുക ഫിക്സഡ് ചെയ്ത് 80 എപ്പിസോഡിൽ കോൺട്രാക്ട് ഒപ്പിട്ടു എന്ന് കാർത്തിക് പറഞ്ഞു. ഉപരിപഠനം പൂർത്തിയായ ശേഷമാണ് കാർത്തിക് യൂട്യൂബ് വ്ളോഗിംഗ് തുടങ്ങിയത്. യുവാക്കൾക്കും കുട്ടികളുമാണ് കാർത്തികിൻ്റെ ഫോളോവേഴ്സിൽ ഏറെയും.